ഹലോ എവ്രി വൺ, വെൽക്കം ടു എജു പ്ലസ്. നമ്മൾ ഇന്ന് 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള റിമെമ്പറിങ് ആൻഡ് ഫോർഗെറ്റിംഗ് എന്നുള്ള യൂണിറ്റ്, സൈക്കോളജി സെക്കൻഡ് സെമ്മിലെ 4ാമത്തെ യൂണിറ്റ് ആണ് റിവിഷൻ ചെയ്യാണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ എന്താണ് മെമ്മറി എന്നാണ് പറയുന്നത്. മെമ്മറി ഈസ് ദ മെൻ്റൽ കപ്പാസിറ്റി ടു സ്റ്റോർ, റീകോൾ ഓർ റെക്കഗ്നൈസ് ദ ഇവൻറ്റ്സ് that were previously experienced. Memory is an active information processing system that receives, stores, organizes, and recovers information. Memory is the faculty of the brain by which information is encoded, stored, and retrieved when needed. അപ്പോൾ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരു മെൻ്റൽ കപ്പാസിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ഇൻഫർമേഷൻ പ്രോസസ്സിങ് സിസ്റ്റമാണ്. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഒരു ബ്രെയിൻ്റെ ഒരു ഫാക്കൽറ്റി ആണെന്ന് പറയാം. അവിടെ എന്തൊക്കെയാണ് നടക്കുക? നമുക്ക് വേണ്ട ഇൻഫർമേഷൻസിനെ സ്റ്റോർ ചെയ്യുന്നുണ്ട്, അതിനെ റിസീവ് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നുണ്ട്, അതിനെ ഓരോ കാര്യങ്ങൾക്കനുസരിച്ച് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പോൾ അതിനെ റിട്രീവ് ചെയ്യുക അല്ലെങ്കിൽ റിക്കവർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു അങ്ങനെയുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ബ്രെയിനിലുള്ളൊരു സ്ഥലത്തിനെയാണ് നമ്മൾ മെമ്മറി എന്ന് പറയുന്നത്, അല്ലേ? ഓർമ്മ, മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മയാണ്. അപ്പോൾ അവിടെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെക്കും, ആവശ്യാനുസരണം നമ്മളത് തിരിച്ച് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ ഓർമ്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെമ്മറി എന്ന് പറയുന്നത്. ഈ ടൈപ്സ് ഓഫ് മെമ്മറി ഏതൊക്കെയാണെന്ന് പറയാം. 3 തരത്തിലുള്ള മെമ്മറിയാണുള്ളത്: സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ലോങ് ടേം മെമ്മറി. ഇനി അതിൻ്റെ ഒരു ഗ്രാഫിക്കലായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ, അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഒരു ഫ്ലോ ചാർട്ട് പോലെ. ഹ്യൂമൻ മെമ്മറീനെ നമ്മൾ 3 തരത്തിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത്. സെൻസറി മെമ്മറി ഉണ്ട്, ഷോർട്ട് ടേം മെമ്മറി അല്ലെങ്കിൽ അതിനെ വർക്കിംഗ് മെമ്മറി എന്നും പറയും. പിന്നെ ലോങ് ടേം മെമ്മറിയാണ്, അത് ലൈഫ് ടൈം മെമ്മറിയാണ്. ലോങ് ടേം മെമ്മറിയിൽ വരുന്ന 2 സബ് ഡിവിഷൻസ് ആണ് എക്സ്പ്ലിസിറ്റ് മെമ്മറിയും ഇംപ്ലിസിറ്റ് മെമ്മറിയും. എക്സ്പ്ലിസിറ്റ് മെമ്മറിയിൽ വരുന്നതാണ് ഡിക്ലറേറ്റീവ് മെമ്മറി. ആ ഡിക്ലറേറ്റീവ് മെമ്മറിയിൽ തന്നെ 2 സബ് ഡിവിഷൻസ് ആണ് എപ്പിസോഡിക് മെമ്മറിയും സെമാൻറ്റിക് മെമ്മറിയും. ഇനി അതുപോലെ ഇംപ്ലിസിറ്റിക് മെമ്മറിയിൽ വരുന്നതാണ് പ്രൊസീജറൽ മെമ്മറി. ഇനി ഇതെന്താ ഓരോന്നും നമുക്ക് ഓക്കെ. സെൻസറി മെമ്മറി പറഞ്ഞു കഴിഞ്ഞാൽ, സെൻസറി മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻസസ്, നമ്മുടെ ഇപ്പോൾ കണ്ണ്, മൂക്ക്, ചെവി, വായ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സെൻസസ് ഉണ്ട്, കൈ, ത്വക്കൊക്കെ, അങ്ങനെയുള്ള സെൻസസ് കൂടെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഫസ്റ്റായിട്ട് ആദ്യമേ നമ്മുടെ സെൻസസ് കൂടെ വരുന്ന ഇൻഫർമേഷൻ ആദ്യം ചെന്ന് കയറുന്ന സ്ഥലം, മെമ്മറിയിൽ ആദ്യം ചെന്ന് കയറുന്ന സ്ഥലമാണ് ഈ സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. സെൻസറി മെമ്മറിക്ക് 3 തരത്തിലുള്ള സ്റ്റോറുകളാണുള്ളത്. ഐക്കോണിക് സ്റ്റോർ ഉണ്ട്, നമ്മൾ വിഷ്വലായിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്. എക്കോയിക് സ്റ്റോർ ഉണ്ട്, അതായത് ഓഡിറ്ററി ആയിട്ട് ചെവി കൂടെ കിട്ടുന്ന ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ഹാപ്റ്റിക് സ്റ്റോർ. ഹാപ്റ്റിക് സ്റ്റോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടാക്ടൈലായിട്ട് തൊട്ട് അറിഞ്ഞിട്ടൊക്കെ വരുന്ന ഇൻഫർമേഷൻസ് ഒക്കെ എടുത്തു വയ്ക്കുന്നതാണ് ഹാപ്റ്റിക് സ്റ്റോർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ അടുത്തതാണ് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. ഷോർട്ട് ടേം മെമ്മറി നമ്മൾ സെൻസറി മെമ്മറി കൂടെ നമ്മുടെ ഇൻഫർമേഷൻ ഫസ്റ്റായിട്ട് നമ്മുടെ ഇൻഫർമേഷൻ മെമ്മറിയിലേക്ക് കയറി അതിൽ നിന്ന് അടുത്ത് പോകുന്നതാണ് ഈ ഷോർട്ട് ടേം മെമ്മറി അല്ലെങ്കിൽ STM എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഈ കണ്ടിട്ടും കേട്ടിട്ടും തൊട്ടിട്ടൊക്കെ അറിഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ, എൻകോഡ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഈ ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് പോകും. ഷോർട്ട് ടേം മെമ്മറിയിൽ 7 ± 2 ഐറ്റംസ് ആണ് അറ്റ് എ ടൈമിന് ഹോൾഡ് ചെയ്യാൻ പറ്റുക. അതേപോലെ അത് 20 സെക്കൻഡ്സ് വരെയൊക്കെയാണ്. നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ, അതിനെ ഓർത്ത് വെക്കാനായിട്ട് സ്പെഷ്യലായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഷോർട്ട് ടേം മെമ്മറിയിൽ നിൽക്കുക, ഈ ഇൻഫർമേഷൻ നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് 20 സെക്കൻഡ്സ് ആണ്. അതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. ഷോർട്ട് ടേം മെമ്മറി ടേക്സ് ഓവർ വെൻ ദ ഇൻഫർമേഷൻ ഇൻ അവർ സെൻസറി മെമ്മറീസ് ട്രാൻസ്ഫേർഡ് ടു അവർ കോൺഷ്യസ്നസ് ഓർ അവർ അവെയർനെസ്. നമ്മുടെ കോൺഷ്യസിലേക്ക് എത്തുക എന്ന് പറയുന്നതാണ് ഈ ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് എത്തുന്നത്. സെൻസറി മെമ്മറിയിൽ നിന്ന് നമുക്ക് ഒന്ന് തിരിച്ചറിയാൻ പാകത്തിൽ എന്നുള്ള രീതിയിലേക്ക് എത്തുന്നതാണ് ഇത്. നമ്മൾ കോൺഷ്യസ് ആയിട്ട് എടുത്തു വെക്കുന്ന ഭാഗമാണ് ഈ ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. ദിസ് ഈസ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് കറണ്ട് ആക്റ്റീവ്, സച്ച് ആസ് റീഡിങ് ദിസ് പേജ്, ടോക്കിംഗ് ടു എ ഫ്രണ്ട് ഓർ റൈറ്റിംഗ് എ പേപ്പർ. അങ്ങനെയൊക്കെ നമ്മൾ കറണ്ട് ആക്റ്റീവായിട്ട്, ഇപ്പം ഞാനിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കണം, അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ കറണ്ട് ആക്റ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമ്മൾ സെൻസറി മെമ്മറിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ലോങ്ങർ ആണ്. അപ് ടു 30 സെക്കൻഡ്സ് വരെ അവിടെ മെമ്മറി സ്റ്റോർ ചെയ്തേക്കും. അതിനെ വർക്കിംഗ് മെമ്മറി എന്നും പറയുന്നുണ്ട്. അതേപോലെ ഇൻ്റർമീഡിയറ്റ് മെമ്മറി എന്ന് പറയും. അതായത് സെൻസറി മെമ്മറിയുടെയും ലോങ് ടേം മെമ്മറിയുടെയും ഇൻ ബിറ്റ്വീൻ വരുന്ന കാരണം അതിനെ ഇൻ്റർമീഡിയറ്റ് മെമ്മറി എന്നും പറയും. അടുത്തത് ലോങ് ടേം മെമ്മറിയാണ്. ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷോർട്ട് ടേം മെമ്മറീനെയും സെൻസറി മെമ്മറീനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ലെങ്തി പീരീഡ് ഓഫ് ടൈം, ലെങ്തി പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ലൈഫ് ടൈം തന്നെ പറയാം, നമ്മുടെ ഒരു ലൈഫ് ടൈം തന്നെ പറയാം. അത്രയും സമയത്തോളം ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾക്ക് വരുന്ന ഇൻഫർമേഷൻസിനൊക്കെ എടുത്ത് വെക്കുന്ന ഒരു സ്ഥലമാണ് ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത്, നമ്മുടെ ഒരു എൻറ്റയർ ലൈഫ് ടൈമോളം.
ഇനി ലോങ് ടൈം മെമ്മറിയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് പോലെ നമ്മൾ പറഞ്ഞു ഏതൊക്കെ ടൈപ്പാണുള്ളത്. അപ്പോൾ അതിലാദ്യം വരുന്നതാണ് എക്സ്പ്ലിസിറ്റ് മെമ്മറി. എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കോൺഷ്യസ് ആയിട്ട് ഇൻറ്റൻഷനലി നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളോ അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻസിനൊക്കെ അത് അങ്ങനെയുള്ള ഭാഗമാണ്. അത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് എടുത്തു വെക്കുന്ന, ഓർക്കാൻ ആവശ്യം ഉണ്ടാവും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഓർത്ത് വെക്കുന്ന അല്ലെങ്കിൽ ഓർമ്മിച്ച് വെക്കുന്ന ഒരു സ്ഥലമാണ് ഈ എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത്. നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു തോട്ട് വേണം എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന സാധനങ്ങൾ സൂക്ഷിക്കാൻ, എടുത്ത് വയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു തോട്ടുള്ള സ്ഥലമാണ് ഈ എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത്. എക്സ്പ്ലിസിറ്റ് മെമ്മറിയിൽ തന്നെ വരുന്നതാണ് ഡിക്ലറേറ്റീവ് മെമ്മറി. ഡിക്ലറേറ്റീവ് മെമ്മറിയിൽ ഫാക്ട്സും ഇവൻറ്റ്സും ഒക്കെയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. അതിൽ തന്നെ 2 തരത്തിലുണ്ട്, എപ്പിസോഡിക് മെമ്മറിയും സെമാൻറ്റിക് മെമ്മറിയും. എപ്പിസോഡിക് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഇവൻറ്റ്സ് ഒക്കെ കുറച്ച് എപ്പിസോഡ്സ് എന്നൊക്കെ പറയില്ല, അതുപോലെ നമ്മൾ ഓരോ എപ്പിസോഡുകളായിട്ട് ഓരോന്നുമായി ഏതെങ്കിലും ഒരു ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അങ്ങനത്തെ ഒക്കെ ഓരോ നമ്മൾ കളക്ട് ചെയ്തിട്ട് അങ്ങനെയുള്ള മെമ്മറികളാക്കി എപ്പിസോഡിക് ആയിട്ട് മെമ്മറികൾ എടുത്തു വെക്കുന്ന സ്ഥലമാണ് ഈ എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത്. സെമാൻറ്റിക് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറൽ നോളജ് പോലെയൊക്കെയുള്ള കാര്യങ്ങൾ, കുറച്ചും കൂടെ ഫാക്ച്വൽ ആയിട്ടുള്ള ഐഡിയാസൊക്കെ ഉള്ള അങ്ങനത്തെ ഐഡിയാസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുന്ന മെമ്മറിയുടെ ഭാഗമാണ് സെമാൻറ്റിക് മെമ്മറി എന്നൊക്കെ പറയുന്നത്. ജനറൽ നോളജ്, GK പോലെ നമുക്ക് പേഴ്സണലി നമുക്കത് കണക്ട് ചെയ്തോളണം, നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ട് നമ്മളെ അങ്ങോട്ട് കണക്ട് ചെയ്തോളണം നിർബന്ധമൊന്നുമില്ല. എന്നാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജനറൽ ആയിട്ടുള്ള ഫാക്ട്സും ഐഡിയാസും ഒക്കെ എടുത്തു വെക്കുന്ന ഭാഗമാണ് സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുന്നത്. ഇനി അതേമാതിരി തന്നെ ലോങ് ടേം മെമ്മറിയിൽ വരുന്നതാണ് ഇംപ്ലിസിറ്റ് മെമ്മറി. ഇതെന്ന് പറഞ്ഞാൽ കോൺഷ്യസ് തോട്ടൊന്നും വേണ്ട, അതിന് നമ്മൾ നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി എന്നും പറയുന്നുണ്ട്. എക്സ്പ്ലിസിറ്റ് മെമ്മറിയുടെ പോലെ ഒരു കോൺഷ്യസ് തോട്ടൊന്നും വേണ്ട സ്ഥലമല്ല ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത്. അൺകോൺഷ്യസ്ലി തന്നെ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് ഈ ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത്. ഇനി അതിൽ വരുന്ന ഒരു സബ് ഡിവിഷനാണ് പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറയുന്നത്. പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറയുന്നത് എ കൈൻഡ് ഓഫ് ഇംപ്ലിസിറ്റ് മെമ്മറിയാണ്. അതേപോലെ തന്നെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഒരു അവയർനെസ് ഒന്നുമില്ല, കോൺഷ്യസ് ആയിട്ട് നമ്മൾ വേണമെന്ന് വിചാരിക്കാണ്ട് തന്നെ നമ്മളുടെ ഓർമ്മയിൽ നിന്ന് നമ്മൾ എടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു പ്രോസസ്സൊക്കെ ചെയ്യുന്ന പോലെ. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന മാതിരി എങ്ങനെ നടക്കണം, എങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ബൈക്ക് റൈഡ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമ്മളിപ്പോൾ ഒരു വണ്ടിയുടെ ചാവി എടുക്കുമ്പോൾ തൊട്ടിട്ട് നമുക്കത് അറിയാലോ എങ്ങനെ ചെയ്യണം. നമ്മൾ കോൺഷ്യസ്ലി ഇനി ഞാൻ അടുത്ത് എന്താ ചെയ്യേണ്ടത്, ഇനി ഞാൻ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് കോൺഷ്യസ്ലി ഓർത്തെടുക്കില്ല, അത് ഓട്ടോമാറ്റിക്കലി വരികയാണ്. അങ്ങനെ വരുന്ന ആ ഭാഗത്തിനെയാണ് പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റേജസ് ഓഫ് മെമ്മറിയാണ്. 3 സ്റ്റേജസ് ആണ്: എൻകോഡിങ്, സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ. എൻകോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ നമ്മൾ മെമ്മറി സിസ്റ്റത്തിലേക്ക് കയറുക, അതിലേക്ക് എടുത്തു വെക്കുന്ന ആ പ്രോസസ്സിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റോറേജ് ആണ്. സ്റ്റോറേജ് വേർഡ് മീനിങ് പോലെ തന്നെ നമ്മൾ എൻകോഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഇൻഫർമേഷനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ മെമ്മറിയിൽ കുറച്ച് കാലത്തേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. റിട്രീവൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ മെറ്റീരിയലിന് നമുക്ക് ആവശ്യം വരുമ്പോൾ, എപ്പോഴാണോ നമുക്ക് ആവശ്യം വരുന്നത് അപ്പോൾ നമ്മളതിനെ തിരിച്ചെടുത്ത് ഉപയോഗിക്കുക. റിട്രീവ് ചെയ്ത് ഉപയോഗിക്കുന്നതിനാണ് റിട്രീവൽ എന്ന് പറയുന്നത്. ഇത് 3ആണ് അതിൻ്റെ സ്റ്റേജസ് എന്ന് പറയുന്നത്, മെമ്മറിയുടെ സ്റ്റേജസ്. അടുത്ത പറയുന്നത് വേസ് ടു ഇംപ്രൂവ് മെമ്മറി. എന്തൊക്കെ മെത്തേഡുകൾ അല്ലെങ്കിൽ എന്തൊക്കെ വഴികളാണ് നമുക്ക് മെമ്മറി ഇംപ്രൂവ് ചെയ്യാനുള്ളതെന്നാണ് പറയുന്നത്. ആദ്യത്തേത് റിസൈറ്റേഷനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, പോയിന്റ് റിസൈറ്റേഷൻ എന്നൊക്കെ പറയുന്ന പോലെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെമ്മറി പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെമ്മറിയിൽ അത് മെമ്മറൈസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതേപോലെ റിഹേഴ്സൽ, പ്രാക്ടീസ് ചെയ്യാൻ വീണ്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. റിഹേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്നത്, നമ്മൾ പഠിക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു ഡാൻസ് ആണെങ്കിൽ അങ്ങനെ, അത് എന്താണോ നമ്മൾ ചെയ്യുന്നത് കുറച്ചും കൂടി അധികം മെമ്മറൈസ് ചെയ്യാൻ എളുപ്പമാവും. സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ സൈക്കോളജി പഠിക്കുകയാണെങ്കിൽ തന്നെ കുറേ പഠിക്കാനുണ്ടാവും, പേജ് കണക്കിന് പഠിക്കാനുണ്ടാവും. എല്ലാതും നമുക്ക് അതേപോലെ കാണാപ്പാഠം പഠിച്ചു വയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്, ടേംസ് അതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് അതിൻ്റെ കണ്ടന്റ് മനസ്സിലാക്കി അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ പഠിക്കില്ല. അതാണ് ഈ സെലക്ഷൻ എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ ഓർ ചങ്കിങ്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ചങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു ഇൻഫർമേഷനെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് ഓർഗനൈസ് ചെയ്ത് പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഈ ഓർഗനൈസിങ് അല്ലെങ്കിൽ ചങ്കിങ് എന്ന് പറയുന്നത്. അടുത്തത് സ്പേസ്ഡ് പ്രാക്ടീസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു റിസൈറ്റേഷനും റിഹേഴ്സലൊക്കെ പറഞ്ഞു, റിപ്പീറ്റ് ചെയ്ത് ചെയ്യാന്നുള്ളത്, പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. അങ്ങനെ വീണ്ടും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ബ്രേക്ക് ഇട്ടിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ടയേർഡാവും. പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്കത് മെമ്മറൈസ് ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. നമുക്ക് ബോറടിച്ചിട്ട് നമുക്ക് തന്നെ അറിയാമല്ലോ, കുറേ സമയം നമ്മൾ നിർത്താണ്ട് പഠിക്കുമ്പോൾ അവസാനം ആകുമ്പോൾ പഠിച്ചതൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, ഇത് ഓവർലോഡായിട്ട്. അപ്പോൾ നമ്മൾ
കുറച്ച് പ്രൊഡക്റ്റീവായിട്ടുള്ള ബ്രേക്ക് ടൈമുകൾ അതിൻ്റെ ഇടയിൽ ഉപയോഗിക്കണം. ഇനി അടുത്ത് പറയാനുള്ളത് സ്പെഷ്യലൈസ്ഡ് ടെക്നിക്സ് ഫോർ മെമ്മറൈസേഷൻ ആണ്. സ്പെഷ്യലൈസ്ഡ് ടെക്നിക്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത് മെമ്മറൈസേഷൻ ഉള്ളത്. ആദ്യത്തത് ന്യൂമോണിക് ഡിവൈസസ് ആണ്. അതിൽ തന്നെ ആക്രോണിംസും ഉണ്ട്, ആക്രോസ്റ്റിക്സും ഉണ്ട്. ആക്രോണിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വേർഡ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സോ അങ്ങനെ എന്തെങ്കിലും ലെറ്റേഴ്സൊക്കെ എടുത്ത് അതിനെ ഒരൊറ്റ ഐറ്റാക്കിയിട്ട് മാറ്റി നമ്മൾ റിമെമ്പർ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ ഗ്രേറ്റ് ലേക്സ്, ലോകത്തിലെ തന്നെ വലിയ തടാകങ്ങൾ എടുത്തൊക്കെയാണ് ഹ്യൂറോൺ, ഒണ്ടാരിയോ, മിഷിഗൻ ആൻഡ് എറി ആൻഡ് സുപ്പീരിയർ എന്ന് പറഞ്ഞിട്ട്. ഇതിനെ എന്ത് ചെയ്തിരിക്കുകയാണ്, ഹ്യൂറിയോൻ്റെ എച്ച് എടുത്തു, ഒണ്ടാരിയോയുടെ ഒ എടുത്തു, മിഷിഗൻ്റെ എം എടുത്തു, എറിയുടെ ഇ എടുത്തു, സുപ്പീരിയറിൻ്റെ എസ് എടുത്തു, എന്നിട്ട് ഹോംസ് എന്നുള്ള ഒറ്റ വേർഡ് ആക്കിയിട്ട് നമ്മൾ അതിന് മെമ്മറൈസ് ചെയ്യണം. അപ്പോൾ ഹോംസ് ഏതൊക്കെയാണ് ഗ്രേറ്റ് ലേക്സ് എന്ന് ചോദിച്ചാൽ ഈ പേരുകൾ അതുപോലെ കിട്ടിക്കൊള്ളണമെന്നില്ല, പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. പക്ഷേ നമുക്ക് ഹോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോംസ്, എച്ച് ഫോർ ഹ്യൂറോൺ, ഒ ഫോർ ഒണ്ടാരിയോ എന്ന് പെട്ടെന്ന് നമുക്ക് കണക്ട് ആവും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ആക്രോണിംസ് ഉണ്ടാക്കി പഠിക്കുന്നതാണ് ഒരു സ്പെഷ്യലൈസ്ഡ് ടെക്നിക്. അടുത്തത് ആക്രോസ്റ്റിക്സ് ആണ്. ആക്രോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസ് ആക്കാം. ഇപ്പോൾ ഫിസിക്സ് ഒക്കെ പഠിച്ചവർക്ക് മനസ്സിലാവും, നമ്മൾ റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ അതിൻ്റെ കളർ കോഡൊക്കെ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു വയ്ക്കുന്ന ഒരു കോഡാണ് ബി റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാഡ് എ വെരി ഗുഡ് വൈഫ് എന്നുള്ളത്. ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ അങ്ങനെ ഓരോ കളറും അതിൻ്റെ ഓർഡർ അനുസരിച്ച് പഠിച്ചു വയ്ക്കാനുള്ളതാണിത്. അപ്പോൾ അത് ഇങ്ങനെ ഒരു സെൻറ്റൻസ് ആക്കി വെക്കാം. അതാണ് ആക്രോസ്റ്റിക്സ്. നമ്മളിങ്ങനെ ഒരു പുതിയൊരു സെൻറ്റൻസ് ഉണ്ടാക്കി ഫസ്റ്റ് ലെറ്റേഴ്സൊക്കെ വെച്ചിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കി പഠിക്കുന്നതാണ് ആക്രോസ്റ്റിക്സ് എന്ന് പറയുന്നത്. അടുത്തത് മെത്തേഡ് ഓഫ് ലോക്കി അല്ലെങ്കിൽ മെമ്മറി പാലസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ലൊക്കേഷനായിട്ടോ ഫെമിലിയർ പ്ലേസ് ഒക്കെ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ട് ഒരു പ്ലേസിൻ്റെ വിഷ്വലൈസേഷനൊക്കെ ആയിട്ടോ നമുക്ക് വേണ്ട സംഗതികളെ, വേണ്ട ഇൻഫർമേഷനെ നമ്മൾ ഓർത്തെടുക്കാനും ഓർമ്മിക്കാനും ശ്രമിക്കുന്നതാണ് ഈ മെത്തേഡ് ഓഫ് ലോക്കി ഓർ മെമ്മറി പാലസ് എന്ന് പറയുന്നത്. ചങ്കിങ് നമ്മൾ നേരത്തെ പറഞ്ഞു, കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് നമ്മളിപ്പോൾ ഒരു ഫോൺ നമ്പറിനെ നമ്മൾ 2 or 3 ഒക്കെ ആയിട്ടുള്ള കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഓർത്ത് വെക്കില്ലേ, നമുക്ക് എളുപ്പത്തിന് നമുക്ക് ഏതാണോ പറയാൻ ഓർത്തെടുക്കാൻ സൗകര്യം അതിനനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് ഈ ചങ്കിങ് എന്ന് പറയുന്നത്. കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് ഓർത്തെടുക്കുന്നത്. അടുത്തത് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വിഷ്വലി കണ്ടിട്ട് നമ്മൾ ഓർത്തെടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ലേണിംഗ് തിയറീസ് എടുക്കുമ്പോൾ പാവ്ലോവിൻ്റെ എക്സ്പെരിമെൻറ്റോ തൊണ്ടേക്കിൻ്റെ എക്സ്പെരിമെൻ്റൊക്കെ വീഡിയോസൊക്കെ ഉണ്ട്. അതൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ തന്നെ നിങ്ങൾ തന്നെ ഒരു ഇമാജിനേഷൻ, ഒരു വിഷ്വലൈസേഷനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ തിയറി മൊത്തം ആ ഒരു വിഷ്വലിലായിരിക്കും നിങ്ങൾ പഠിക്കേണ്ടാവും. അങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ട് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നതാണ് ഒരു ടെക്നിക്ക്. അടുത്തത് പെഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു നമ്പർ അസൈൻ ചെയ്യാം. നമുക്കൊരു ഇൻഫർമേഷൻ, ചിലപ്പോൾ നമ്പർ മാത്തമാറ്റിക്കലി ഉള്ള കാര്യമായിരിക്കില്ല നമുക്ക് ഓർത്തെടുക്കേണ്ടി വരിക, പക്ഷെ ഉള്ളതിന് തന്നെ നമ്മളൊരു നമ്പർ അസൈൻ ചെയ്യുക, അങ്ങനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഈ പഠിക്കുന്ന സ്പെഷ്യലൈസ്ഡ് ടെക്നിക്സ് ഫോർ മെമ്മറൈസേഷൻ തന്നെ ഉണ്ടല്ലോ, അതന്നെ നിങ്ങൾ പഠിച്ചു വെച്ചു, ഓരോ നമ്പർ വൈസ് പഠിച്ചു വെച്ചു. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഓരോ നമ്പർ ആലോചിക്കുമ്പോൾ, ഫോട്ടോ എന്ന് ആലോചിക്കുമ്പോൾ വിഷ്വലൈസേഷൻ ആണ് അത്, ആ പോയിന്റ് വിഷ്വലൈസേഷൻ ആണെന്ന് അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു നമ്പർ അസോസിയേറ്റ് ചെയ്ത് പഠിക്കുക. എപ്പോഴും നമുക്ക് ലെറ്റേഴ്സിനേക്കാൾ കൂടുതൽ നമ്പേഴ്സാണ് മെമ്മറൈസ് ചെയ്യാൻ എളുപ്പമുണ്ടാവുക. അങ്ങനെ നമ്പേഴ്സ് അസോസിയേറ്റ് ചെയ്തിട്ട് മെമ്മറൈസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നതാണ് ഈ പെഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തത് സ്പേസ്ഡ് റിപ്പീറ്റേഷൻ ആണ്. കുറച്ച് ഇടവിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നതിനെയാണ് ഈ സ്പേസ്ഡ്, പഠിക്കുക എന്നല്ല റിപ്പീറ്റ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്പേസ്ഡ് റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത്. അടുത്ത സ്റ്റോറി ടെല്ലിംഗ് ആണ്. സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റോറി പോലെ നമുക്ക് വേണ്ട ഒരു കാര്യത്തിനെ നമ്മളൊരു കഥ പോലെ കണക്ട് ചെയ്ത് അങ്ങനെയൊക്കെ ആ ഒരു കഥയുടെ ഒരു സ്ട്രക്ചറിലൊക്കെ ആക്കിയിട്ട് എടുത്ത് വെക്കുക, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എടുത്ത് വെക്കുമ്പോൾ നമുക്ക് ഓർത്തെടുക്കാൻ എളുപ്പമായിരിക്കും. അടുത്തതാണ് മൈൻഡ് മാപ്പിംഗ്. നമ്മൾ പല കാര്യങ്ങളും, ഇപ്പോൾ സൈക്കോളജി തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് സെമസ്റ്ററിൽ നിങ്ങൾ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാവും. അത് എല്ലാതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഓരോന്നും കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലേണിങ്ങിൻ്റെ കാര്യങ്ങൾ, മോട്ടിവേഷൻ്റെ കാര്യങ്ങൾ, ലേണിംഗ് തിയറീസിൻ്റെ കാര്യങ്ങൾ, ഇതേപോലെ മെമ്മറി, ഫോർഗെറ്റിംഗ്, അതേപോലെ ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തമ്മിലൊരു ബന്ധം നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, ഓരോ കൺസെപ്റ്റുകളും നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു കണക്ട് ഒരു മൈൻഡ് മാപ്പ് ഉണ്ടാക്കുകയാണ്. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു മൈൻഡ് മാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ കൃത്യമായിട്ട് നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അടുത്ത റൈംസ് ആൻഡ് സോങ്സ് ആണ്. പാട്ട് പോലെയൊക്കെ നമ്മൾ തന്നെ ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ പഠിക്കുകയൊക്കെ ആണെങ്കിലും അത് കൂടുതൽ കാലം മെമ്മറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അസോസിയേഷൻ, ഇത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, മുന്നേ പഠിച്ചതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പുതിയ കാര്യങ്ങളെ നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ട് അടുത്ത കാര്യങ്ങളെ ബന്ധപ്പെടുത്തി പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മെമ്മറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്.
ഇനി പറയുന്നത് മൾട്ടി സ്റ്റേജ് മോഡൽ ഓഫ് മെമ്മറി അല്ലെങ്കിൽ അറ്റ്കിൻസൺ ഷിഫ്രിൻ മോഡൽ ഓഫ് മെമ്മറി എന്നാണ് പറയുന്നത്. അത് റിച്ചാർഡ് അറ്റ്കിൻസണും റിച്ചാർഡ് ഷിഫ്രിനും കൂടി 1968 പ്രപ്പോസ് ചെയ്തത് ഈ മോഡൽ പറയുന്നത് 3 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള മെമ്മറി സ്റ്റോഴ്സ് ഉണ്ട് എന്നാണ്. സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ലോങ് ടേം മെമ്മറി. സെൻസറി മെമ്മറി എന്താണ്? അവിടെയാണ് ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് മെമ്മറി എന്ന് പറയുന്നത് സെൻസറി മെമ്മറിയാണ്. സെൻസ് ഓർഗൻസ് കൂടെ വരുന്ന ഇൻഫർമേഷനുകളെല്ലാം നമ്മൾ എടുത്തു വെക്കുന്നത് എവിടെയാണ്? സെൻസറി മെമ്മറിയിലാണ്. ഒരു വളരെ ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്, അതായത് ഓൾമോസ്റ്റ് 20 സെക്കൻഡിൻ്റെ അടുത്ത് വരെയൊക്കെയാണ് ഇവിടെ ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുള്ളൂ. അതിൻ്റെ കപ്പാസിറ്റി വളരെ ലാർജാണ്. നമ്മുടെ സെൻസ് ഓർഗൻസിൽ നിന്ന് വരുന്ന എല്ലാ ഇൻഫർമേഷൻസിനെയും ഓൾമോസ്റ്റ് എല്ലാ ഇൻഫർമേഷനെയും ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ റീറ്റെയിൻ ചെയ്യാൻ 20 സെക്കൻഡ് വരെ പറ്റുള്ളൂ. അപ്പോൾ ഐക്കോണിക് ആയിട്ടുള്ള, എക്കോയിക് ആയിട്ടുള്ള, ഹാപ്റ്റിക് ആയിട്ടുള്ള അങ്ങനെയുള്ള സ്റ്റോറുകളൊക്കെ ഈ സെൻസറി സ്റ്റേജിൽ നമുക്ക് ഉണ്ട്. അടുത്തത് ഷോർട്ട് ടേം മെമ്മറിയാണ്. ഷോർട്ട് ടേം മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസറി മെമ്മറിയേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ ആണ്. 15 to 30 സെക്കൻഡ്സ് വരെയൊക്കെ അവർക്ക് എന്ത് ചെയ്യാം? വിത്തൗട്ട് റിഹേഴ്സൽ നമ്മൾ ഷോർട്ട് ടേം മെമ്മറിയിൽ എത്തിയ ഇൻഫർമേഷനെ റിഹേഴ്സ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക ഒന്നും ചെയ്യാണ്ട് നമുക്കൊരു 30 സെക്കൻഡ് വരെയൊക്കെ അവിടെ റീറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ 7 ± 2 ഐറ്റംസ് ആണ് അറ്റ് എ ടൈം ഷോർട്ട് ടേം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുക. അതേപോലെ ഒരു ടെമ്പററി സ്റ്റോറേജ് ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ റിഹേഴ്സ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേം മെമ്മറിയിൽ ഇപ്പോൾ 30 സെക്കൻഡാണ് അവിടുത്തെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു. ഒരു മെമ്മറി സാധനം, ഒരു ഇൻഫർമേഷൻ നിൽക്കണതിൻ്റെ ഡ്യൂറേഷൻ 30 സെക്കൻഡ് വരെയൊക്കെയാണെന്ന് പറഞ്ഞു. അത് നമ്മൾ റിഹേഴ്സ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ അധികം സമയം നമുക്ക് ഷോർട്ട് ടേം മെമ്മറിയിൽ വെക്കാനായിട്ട് സാധിക്കും. ഇനി അവിടുത്തെ പ്രോസസ്സൊക്കെ എങ്ങനെയാണ്? നമ്മുടെ മെമ്മറിയിൽ, ഈ ഷോർട്ട് ടേം മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ പ്രോസസ്സുകൾ ഒന്ന് മെയിൻ്റനൻസ് റിഹേഴ്സലാണ്. അത് നമ്മൾ സിമ്പിളായിട്ട് റിപ്പീറ്റ് ചെയ്യാണ്. ഷോർട്ട് ടേം മെമ്മറിയിൽ അവിടെ കുറച്ച് കാലം കൂടി നിൽക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ റിപ്പീറ്റേഷൻ പ്രോസസ്സാണ് ഈ മെയിൻ്റനൻസ് റിഹേഴ്സൽ എന്ന് പറയുന്നത്. അടുത്തത് ഇലാബറേറ്റീവ് റിഹേഴ്സലാണ്. ഇലാബറേറ്റീവ് റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്തിട്ടൊക്കെ ഇൻഫർമേഷൻസിനൊക്കെ പുതിയ വന്ന ഇൻഫർമേഷനെ ഓൾറെഡി ഉള്ള ഇൻഫർമേഷനൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കുറച്ച് കാലം കൂടെ എന്ത് ചെയ്യും? നിലനിൽക്കാൻ ആയിട്ട് സാധിക്കും ഈ ഷോർട്ട് ടേം മെമ്മറിയിൽ. അതിനെയാണ് നമ്മൾ ഇലാബറേറ്റീവ് റിഹേഴ്സൽ എന്ന് പറയുന്നത്. ഈ 2 പ്രോസസ്സാണ് ഷോർട്ട് ടേം മെമ്മറിയിൽ നടക്കുന്നത്: മെയിൻ്റനൻസ് റിഹേഴ്സലും ഇലാബറേറ്റീവ് റിഹേഴ്സലും. അടുത്തത് ലോങ് ടേം മെമ്മറിയാണ്. ലോങ് ടേം മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരു ലൈഫ് ലോങ് പീരീഡിൽ നമ്മുടെ ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് നിൽക്കുന്നതാണ് ഈ ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത്. അതിൻ്റെ ഡ്യൂറേഷനും കപ്പാസിറ്റിയും ഒക്കെ കുറച്ചും കൂടെ പൊട്ടൻഷ്യലി അൺലിമിറ്റഡ് ആയിരിക്കും. ഇവിടെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള മെമ്മറിൻ്റെ എപ്പിസോഡിക്, സെമാൻറ്റിക്, ഇംപ്ലിസിറ്റ് ഒക്കെ പ്രൊസീജിയറൽ ആയിട്ടുള്ള മെമ്മറികളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത്. അവിടുത്തെ കീ പ്രോസസ്സുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എൻകോഡ് ചെയ്യും. അതായത് ഇൻഫർമേഷൻ വരുന്നതിന് ആദ്യം നമ്മുടെ മെമ്മറി സിസ്റ്റത്തിലേക്ക് കടത്തിവിടും, പിന്നെ അവിടെ സ്റ്റോർ ചെയ്യും, അതായത് സ്റ്റോറേജ്. ആ സ്റ്റോർ ചെയ്തതിന് എന്ത് ചെയ്യും? ആവശ്യാനുസരണം റിട്രീവ് ചെയ്യും. ആ പ്രോസസ്സാണ് റിട്രീവൽ എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? ഇതിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ആണ് പറയുന്നത്. അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ മോഡലിൻ്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്? പ്രൊവൈഡ്സ് എ ക്ലിയർ ഫ്രെയിം വർക്ക് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഹൗ മെമ്മറി വർക്ക്സ്. എങ്ങനെയാണ് മെമ്മറി വർക്ക് ചെയ്യണമെന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു ഫ്രെയിം വർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ സപ്പോർട്ടഡ് ബൈ വേരിയസ് എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസ്, പെർട്ടിക്കുലർലി ദോസ് ഷോയിങ് ദ ഡിസ്റ്റിങ്ഷൻസ് ബിറ്റ്വീൻ STM ആൻഡ് LTM. അറ്റ്കിൻസൺ ഷിഫ്രിൻ മോഡലൊക്കെ വേറെ കുറേ സ്റ്റഡീസ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ STMഉം ഷോർട്ട് ടേം മെമ്മറിയും ലോങ് ടേം മെമ്മറിയും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന തരത്തിലുള്ള പല സ്റ്റഡികളും ഈ മോഡലിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത് അതിൻ്റെ വീക്ക്നെസ്സുകളാണ്. വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെമ്മറി പ്രോസസ്സിൻ്റെ ആ ഒരു കോംപ്ലക്സിറ്റീനെയൊക്കെ ഇത് ഓവർ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ മെമ്മറി നടക്കണമെന്നുള്ളത് അതിനെ ഓവർ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ ലേറ്ററായിട്ട് വന്നിട്ടുള്ള റിസർച്ചേഴ്സൊക്കെ സജസ്റ്റ് ചെയ്യണത് ഇവർ പറയണ പോലെ ഷോർട്ട് ടേം മെമ്മറിയും ലോങ് ടേം മെമ്മറിയും നമ്മൾ വിചാരിച്ച അത്ര ഡിസ്റ്റിങ്ക്റ്റ് അല്ല എന്നാണ് ഇവർ പറയുന്നത്. ഈ പുതിയ സ്റ്റഡീസൊക്കെ പറയുന്നത് അത് ഇതിൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. എൻവയോൺമെൻറ്റൽ സ്റ്റിമുലിയിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻസ് വരും, അവിടെ നമ്മുടെ സെൻസറി മെമ്മറിയിലേക്ക് പോവും. സെൻസറി മെമ്മറിയിൽ നിന്ന് നമുക്ക് കുറച്ച് ഇൻഫർമേഷനൊക്കെ ലോസ്റ്റ് ആവും. അതിൽ നിന്ന് വർക്കിംഗ് മെമ്മറി അല്ലെങ്കിൽ ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് പോവും. അവിടെ നിന്ന് എന്താവും? ലോങ് ടേം മെമ്മറിയിലേക്ക് പോവും. ഈ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്? കുറച്ചൊക്കെ ഇൻഫർമേഷൻസ് ലോസ്റ്റ് ആവുന്നുണ്ട്. ലോങ് ടേം മെമ്മറിയിൽ നിന്നും കുറച്ച് ഇൻഫർമേഷൻ നമ്മൾ ഒരു ടൈം ബീയിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫർമേഷൻസ് ഒക്കെ മറന്നു പോകുന്നുണ്ട്. എന്നാലും എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കുറേ കാലം കൂടെ നിൽക്കുന്നുണ്ട് ലോങ് ടേം മെമ്മറിയിൽ.
അടുത്തത് എന്താണ് ഫോർഗെറ്റിംഗ് എന്നുള്ളതാണ്. ഫോർഗെറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കി വെച്ച് മനസ്സിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ച് നമ്മുടെ മെമ്മറിയിൽ എടുത്ത് വെച്ചതിന് ശേഷം നമുക്കത് തിരിച്ച് വേണ്ട ഒരു സമയത്ത് നമ്മളത് മെമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ ഫോർഗെറ്റിംഗ് എന്ന് പറഞ്ഞാൽ. മറന്നു പോവുക, അത് തന്നെയാണ് നമ്മൾ ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത്. 2 കൈൻഡ് ഓഫ് ഫോർഗെറ്റിംഗ് ആണുള്ളത്, ആക്റ്റീവും പാസീവും. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മൾ മറന്നു കളയുന്നതാണ്, വേണമെന്ന് വിചാരിച്ചിട്ട് മറന്നു കളയുന്നതാണ് ആക്റ്റീവ് ഫോർഗെറ്റിംഗ്. നമ്മളിപ്പോൾ എന്തെങ്കിലും വിഷമമുള്ള കാര്യങ്ങളുണ്ടായി, നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവർ മരിച്ചു പോയി, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് വേണമെന്ന് വിചാരിച്ചിട്ട് മറന്നു കളയല്ലോ. എപ്പോഴും അത് ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമുക്ക് പല ബുദ്ധിമുട്ടുകളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളത് വേണമെന്ന് വെച്ച് മറന്നു കളയും. അങ്ങനത്തെ ഉള്ള ഫോർഗെറ്റിങ്ങിനെയാണ് ആക്റ്റീവ് ഫോർഗെറ്റിംഗ് എന്ന് പറയുക. പാസീവ് എന്ന് പറഞ്ഞാൽ നമ്മളറിയാണ്ട് തന്നെ നമ്മൾ മറന്നു പോകുന്നതാണ് ഈ പാസീവ് ഫോർഗെറ്റ്. ഇപ്പോൾ പലരും പറയും ഞാൻ പഠിച്ചതായിരുന്നു, എനിക്ക് എക്സാം സമയത്ത് ഓർത്തെടുക്കാൻ പറ്റിയില്ല എന്നുള്ളതൊക്കെ. അതൊക്കെ ഒരു തരത്തിലുള്ള പാസീവ് ഫോർഗെറ്റിംഗ് ആണ്. നമ്മൾ വിചാരിച്ചിട്ടല്ല, നമ്മൾ ഇൻറ്റൻഷനലി മറന്നു പോകുന്നതല്ല, അല്ലാണ്ട് തന്നെ നാച്ചുറലി മറന്നു പോകുന്നതാണ് പാസീവ് ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് കോസസ് ഓഫ് ഫോർഗെറ്റിംഗ്. എന്തൊക്കെയാണ് കോസസ്? ഒന്നാമത്തത് ഇന്നഡക്വേറ്റ് ഇംപ്രഷൻ ആണ്. അതായത് നമ്മുടെ ലേണിംഗ് ഇന്നഡക്വേറ്റ് ആയിരിക്കുക, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലേണിംഗ് അല്ലാണ്ടിരിക്കുക. ഫോഴ്സ്ഡ് ലേണിംഗ്, ആരെങ്കിലും പുറത്തുനിന്ന് നമ്മളെ ഫോഴ്സ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുക, അല്ലെങ്കിൽ ലീസ്റ്റ് അറ്റൻഷൻ, നമ്മൾ തീരെ ശ്രദ്ധിക്കാണ്ട് പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ പഠിക്കുകയൊക്കെ ചെയ്ത സാധനങ്ങൾ ആർക്കാനും വേണ്ടിയിട്ട് നമ്മൾ തീരെ ശ്രദ്ധിക്കാണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പഠിച്ച സംഗതികളൊക്കെ പെട്ടെന്ന് മറന്നു. അടുത്തത് ഡിസ്യൂസ് ഓർ ഡീകേ വിത്ത് പാസേജ് ഓഫ് ടൈം. നമ്മൾ സമയം പോകുന്നതിനനുസരിച്ചിട്ട് എന്ത് ഇൻഫർമേഷൻ ആയാലും നമ്മുടെ മെമ്മറിയിൽ കയറി കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം, വീണ്ടും വീണ്ടും യൂസ് ചെയ്യണം. എന്തായാലും ഏത് മെഷീനായാലും എത്രത്തോളം യൂസ് ചെയ്യണോ അതിനനുസരിച്ചിട്ടാണ് അത് പ്രവർത്തിക്കുക, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ മെമ്മറി എന്നുള്ള സിസ്റ്റം. നമ്മളത് ഇടയ്ക്ക് എടുത്ത് പൊടി തട്ടി എടുക്കണം, അല്ലെങ്കിൽ അത് മറന്നുപോകും. അതാണ് ഡിസ്യൂസ് ഓർ ഡീകേ എന്ന് പറയുന്നത്. ഇൻ്റർഫിയറൻസ് ഓഫ് ന്യൂലി ലേൺഡ് മെറ്റീരിയൽ. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ പുതിയ കാര്യങ്ങളുടെ മുകളിലൊരു ഇൻ്റർഫിയറൻസ്, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഴയ പഠിച്ച കാര്യങ്ങളുടെ മുകളിൽ ഒരു ഇൻ്റർഫറൻസ് ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ മറന്നു പോകുന്നതിനാണ് ഇൻ്റർഫറൻസ് എന്ന് പറയുക. അത് 2 തരത്തിലുണ്ട്, പ്രോആക്റ്റീവ് ഇൻഹിബിഷനും റിട്രോആക്റ്റീവ് ഇൻഹിബിഷനും. പ്രോആക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ആയിട്ട് പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ പുതിയ പഠിക്കുന്ന കാര്യങ്ങളെ ഇൻ്റർഫിയർ ചെയ്യുന്നത്, അത് പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് പ്രോആക്റ്റീവ് ഇൻഹിബിഷൻ. റിട്രോആക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ പുതിയ പഠിക്കുന്ന കാര്യങ്ങൾ പഴയ പഠിച്ചതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അതിന് ഓർത്തെടുക്കാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതാണ് റിട്രോആക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് എന്താണ്? ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഒരു കോസ് ഓഫ് ഫോർഗെറ്റിംഗ് ആണ്. നമുക്ക് എന്തെങ്കിലും മാനസികമായിട്ടോ ഇമോഷണലി നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു സമയത്ത് നമ്മൾ പലതും ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അത്രത്തോളം ഓർത്തെടുക്കാൻ പറ്റിക്കോളുന്നില്ല, നമ്മൾ ചിലപ്പോൾ മറന്നു പോകാനുള്ള സാധ്യത ഉണ്ട്. അടുത്തത് ആൾട്രേഷൻ ഓഫ് സ്റ്റിമുലസ് കണ്ടീഷൻ. നമ്മളിപ്പോൾ പലപ്പോഴും ഒരു സ്റ്റിമുലസിന് ഒരു റെസ്പോൺസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പലപ്പോഴും കണ്ടീഷൻഡ് ആയിട്ടുണ്ടാവുക. ആ സ്റ്റിമുലസിൽ എന്തെങ്കിലുമൊക്കെ ആ സാഹചര്യത്തിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വിചാരിച്ച റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു വീട്ടിൽ നമ്മുടെ പാരൻസിൻ്റെ മുമ്പിൽ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ മുമ്പിൽ നല്ലൊരു സ്പീച്ചൊക്കെ പറഞ്ഞു സെറ്റായി, നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. പക്ഷെ നമ്മൾ കോളേജിലോ സ്കൂളിലോ ഒക്കെ വന്ന് സ്റ്റേജിൻ്റെ മുകളിൽ കയറിയാൽ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ആ എൻവയോൺമെൻറ്റ്, ആ സ്റ്റിമുലസ് നമുക്ക് മുന്നിലിരിക്കുന്ന ഓഡിയൻസ് ഒക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കത് പറയാൻ കിട്ടില്ല, മറന്നു പോവാണ് എന്താണ് പഠിച്ചത്, എന്താണ് പറയേണ്ടതെന്നൊക്കെ. അതാണ് ഈ സ്റ്റിമുലസ് കണ്ടീഷനിൽ വരുന്ന ആൾട്രേഷൻ നമുക്ക് മറക്കാനുള്ള സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ, ഓർത്തെടുക്കാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ മറക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. അടുത്തത് ഇന്നഡക്വേറ്റ് മെൻ്റൽ സെറ്റ്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് നമ്മുടെ ഒരു മെൻ്റൽ സെറ്റ് കറക്റ്റ്, നമ്മുടെ ഫീലിങ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ ഇന്നഡക്വേറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഓർത്തെടുക്കാൻ ഉള്ള ബുദ്ധിമുട്ട്, അതായത് മറന്നു പോകാനുള്ള സാധ്യത ഉണ്ട്. ഇൽനെസ് ആൻഡ് ബ്രെയിൻ ഇഞ്ചുറി. നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ ബ്രെയിനിന് വല്ല ഇഞ്ചുറികളോ ഒക്കെ സംഭവിച്ചാലും പെട്ടെന്ന് മറന്നു പോകാനുള്ള സാധ്യതകളുണ്ട്. ഇനി അടുത്ത് പറയുന്നത് ടൈപ്സ് ഓഫ് ഫോർഗെറ്റിംഗ് ആണ്. ഒന്നാമത്തത് നാച്ചുറൽ ഫോർഗെറ്റിംഗ് ആണ്. നാച്ചുറലായിട്ട് സമയം പോകുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യന്മാരും മറന്നു പോകുന്നതാണ് ഈ നാച്ചുറൽ ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തത് മോർബിഡ് ഫോർഗെറ്റിംഗ് ആണ്. മോർബിഡ് ഫോർഗെറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പർപ്പസ്ഫുള്ളി ഡെലിബറേറ്റ്ലി ഒരു ഇൻഡിവിജ്വൽ ഒരു കാര്യം മറന്നു കളയുന്നതിനെയാണ് മോർബിഡ് ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത്. ജനറൽ ഫോർഗെറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പെർട്ടിക്കുലർ ഇവൻറ്റോ മെറ്റീരിയലോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം നമ്മൾ മറന്നു പോകുന്നതാണ്. അതിനെ സംബന്ധിച്ച് ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നതാണ് ഈ ജനറൽ ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തത് സ്പെസിഫിക് ഫോർഗെറ്റിംഗ് ആണ്. സ്പെസിഫിക് ഫോർഗെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ജസ്റ്റ് തിരിച്ച് പറയുന്നതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ, ആ ഒരു മെറ്റീരിയലിനെ മാത്രം എന്ത് ചെയ്യാണ്, നമ്മൾ മറന്നു പോകുന്നതാണ് സ്പെസിഫിക് ഫോർഗെറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ജനറൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം എടുത്താൽ അതിനെപ്പറ്റി അതിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും മറന്നു പോവുക. സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു ഇവൻറ്റ്, ഒരു കാര്യം മാത്രം നമ്മൾ മറന്നു പോകുന്നതാണ് സ്പെസിഫിക് ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത്.
ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കർവ് ഓഫ് ഫോർഗെറ്റിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ സമയവും അതേപോലെ തന്നെ റേറ്റ് ഓഫ് റിട്ടൻഷൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫോർഗെറ്റിങ്ങും തമ്മിലൊരു ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ XY ആക്സിസിൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ അതിനെയാണ് നമ്മൾ കർവ് ഓഫ് ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത്. സമയം പോകുന്തോറും എത്രത്തോളം മറക്കണുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഓർമ്മയിൽ നിലനിർത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതിനെ കാണിക്കുന്നതാണ് ഒരു കർവ് ഓഫ് ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത്. The curve shows a rapid fail immediately after learning and a gradual flattening out with increase of time interval. നമ്മൾ ഈ കർവ് എങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഇൻഫർമേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തുടക്കത്തിൽ കുറച്ച് സമയം ഒരു റാപ്പിഡായിട്ടുള്ള ഫോർഗെറ്റിംഗ് നടക്കുന്നുണ്ട് അവിടെ. പെട്ടെന്ന് നമ്മൾ ആദ്യത്തെ കുറച്ച് സമയം പെട്ടെന്ന് നമ്മൾ മറന്നു പോകുന്നുണ്ട്. പിന്നെ കിട്ടുന്ന സാധനങ്ങൾ മറക്കാൻ പതുക്കെ ഗ്രാജുവലി ആയിട്ട് മറന്നു പോകുന്നത്. ഇതുമാതിരി ആദ്യത്തെ കുറച്ച് സമയം റാപ്പിഡായിട്ട് മറക്കുന്ന പോലെ പിന്നെ ഒരു ഫോർ എ ടൈം ബീങ് ആഫ്റ്റർ എ ടൈം ബീങ് നമ്മൾ അങ്ങനെ പെട്ടെന്ന് മറന്നു പോകുന്നില്ല എന്നാണ് കർവ് ഓഫ് ഫോർഗെറ്റിംഗ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കർവ് ഓഫ് ഫോർഗെറ്റിംഗ് പ്രപ്പോസ് ചെയ്തത് എബിൻഗോസ് ആണ്. എബിൻഗോസ് ജർമ്മൻ സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹം 1865 ഇങ്ങനെ ഒരു ഫോർഗെറ്റിംഗ് എന്നുള്ള ഫിനോമിനെ പറ്റിയിട്ട് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി നടത്തണം എന്നുള്ള അറ്റംപ്റ്റ് നടത്തിയത്. അദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് നോൺസെൻസ് സിലബിൾസ് അതിൻ്റെ ഇടയിൽ ഒരു വവ്വലൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ പറഞ്ഞ മാതിരി FIW BOZ അങ്ങനെ ഒരു അർത്ഥവും തോന്നില്ലാത്ത കുറച്ച് വാക്കുകൾ ഉണ്ടാക്കി. ആ വാക്കുകൾ എന്ത് ചെയ്തു, അദ്ദേഹം പഠിച്ചു. അതിനെന്ത് ചെയ്തു, അദ്ദേഹത്തിന് എത്രത്തോളം 20 മിനിറ്റ് തൊട്ടിട്ട് ഒരു മാസം വരെ അദ്ദേഹത്തിന് എത്രത്തോളം അതിനെ ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് എത്രത്തോളം മറന്നു പോകുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തിൽ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് എന്താ മനസ്സിലായെന്ന് വെച്ചാൽ ആദ്യത്തെ 9 മണിക്കൂർ ആണ് ഫസ്റ്റ് ഒരു എക്സ്പോഷർ ഉണ്ടാവും. ന്യൂ മെറ്റീരിയലിൻ്റെ ഫസ്റ്റ് എക്സ്പോഷറിൽ ആദ്യത്തെ 9 മണിക്കൂറാണ് ഏറ്റവും കൂടുതൽ ഫോർഗെറ്റിംഗ് ആയിട്ട് നടക്കുന്നത്, ഏറ്റവും റാപ്പിഡ് ആയിട്ടുള്ള ഫോർഗെറ്റിംഗ് നടക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ. ആ 9 മണിക്കൂറിന് ശേഷം വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു കുറച്ചും കൂടെ സ്റ്റഡി ആയിട്ടുള്ള സ്ലോ ഡൗൺ ആണ് നടക്കണമെന്നാണ് പറയുന്നത്. ഫോർഗെറ്റിങ്ങിൻ്റെ ഒരു സ്ലോ ഡൗൺ കുറച്ചും കൂടെ ഒരു ഫ്ലാറ്റനിങ് ആയിട്ടാണ് നടക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിൽ കൂടെ കാണാനായിട്ട് സാധിച്ചു. ഇപ്പോൾ ഇവിടെ കാണാനുണ്ടല്ലോ ആദ്യത്തെ ഒരു 9 മണിക്കൂർ എന്ന് പറയുന്നത് വളരെ റാപ്പിഡായിട്ടാണ്. ഇവിടെ ടൈമാണ് X ആക്സിസിൽ ടൈമും ഇവിടെ നമ്മൾ ഫോർഗെറ്റിങ്ങിൻ്റെ റേറ്റുമാണ് Y ആക്സിസിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു 9 മണിക്കൂർ വളരെ സ്റ്റീപ്പായിട്ട് താഴത്തേക്ക് വരികയാണ്. നമ്മുടെ ഫോർഗെറ്റിങ്ങിൻ്റെ എമൗണ്ട് കൂടുകയാണ് അല്ലേ, നമ്മൾ മറന്നു പോവാണ് അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ തീരെ പറ്റാണ്ട് വരുന്ന അവസ്ഥയാണ്. പിന്നെ അതിൽ ഓർത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഫ്ലാറ്റ് ആയിട്ടാണ്, വളരെ സ്ലോ ആയിട്ടാണ് അത് കുറഞ്ഞു വരുന്നത് അല്ലേ. ആദ്യത്തെ 9 മണിക്കൂറാണ് അപ്പോൾ ഏറ്റവും റാപ്പിഡായിട്ടുള്ള ഫോർഗെറ്റ് നടക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കർവ് ഓഫ് ഫോർഗെറ്റിങ്ങിൻ്റെ ടു ഗെറ്റ് ഫെമിലിയർ വിത്ത് ദ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ റിട്ടൻഷൻ ആൻഡ് ഫോർഗെറ്റിംഗ് അമംഗ് ദ സ്റ്റുഡൻസ്. കുട്ടികളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കാം. കുട്ടികളുടെ ഓർമ്മശക്തിയും അതേപോലെ മറവിയും തമ്മിലുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസ്, ആ ഓരോ കുട്ടികൾക്ക് എങ്ങനെയാണ് ഓർമ്മശക്തി മറവി എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇറ്റ് വിൽ ഹെൽപ്പ് ദ ടീച്ചർ ടു സജസ്റ്റ് ബെസ്റ്റ് സ്യൂട്ടഡ് ലേണിംഗ് മെത്തേഡ് ഫോർ എഫക്റ്റീവ് റിട്ടൻഷൻ ഓഫ് ദ മെറ്റീരിയൽ. ഓരോ മെറ്റീരിയലിനും ഏത് മെത്തേഡാണ് ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും കൂടുതൽ സമയം അത് ഓർത്ത് വെക്കാനൊക്കെ ഏത് മെത്തേഡാണ് ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ആ മെത്തേഡ് അല്ലെങ്കിൽ ആ സ്ട്രാറ്റജി കൂടെ ക്ലാസ് എടുക്കാനൊക്കെ ടീച്ചർ സഹായിക്കും. അതുപോലെ ഇറ്റ് ഗീവ്സ് ദ ടീച്ചർ ആസ് വെൽ ആസ് ദ ലേണർ എന്നാണ് ഇവിടെ an opportunity of self appraisal. കുട്ടികൾക്കും അതേപോലെ ടീച്ചർമാർക്കും ഒരു സെൽഫ് അപ്രൈസൽ നടത്താനുള്ള ഒരു അവസരമൊക്കെ കൊടുക്കും. അവനവൻ എത്രത്തോളം ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം മറന്നു പോകുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാവുമ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു അപ്രൈസൽ നടത്താമല്ലോ. നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഇതാണ്, നമ്മൾ എത്തി നിൽക്കുന്ന സ്ഥലം ഇതാണ്, നമുക്ക് എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാമെന്നൊക്കെ മനസ്സിലാക്കാം. A comparison of the curves of forgetting for different school subjects will help the learner in forming the schedule of learning, allowing more time for the subject where rate of forgetting is more. ഓരോ സബ്ജക്റ്റിനും ഇതേപോലെ കർവ് ഓഫ് ഫോർഗെറ്റിംഗ് ഒക്കെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും റേറ്റ് ഓഫ് ഫോർഗെറ്റിംഗ് ഏത് സബ്ജക്റ്റിനാണ് കൂടുതലെന്ന് മനസ്സിലാക്കാനും എന്നിട്ട് ആ സബ്ജക്റ്റിന് ഈ മറവി കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അത് കൂടുതൽ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തരത്തിൽ പഠിക്കാമെന്നൊക്കെ മനസ്സിലാക്കി ആ രീതിയിലേക്ക് മാറാനൊക്കെ ഓരോ കുട്ടികൾക്ക് സാധിക്കും. അതേപോലെ ടീച്ചേഴ്സിനും സാധിക്കും. അവർ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിൽ എത്രത്തോളം കുട്ടികൾക്ക് റേറ്റ് ഓഫ് ഫോർഗെറ്റിംഗ് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം മറക്കണുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ടീച്ചേഴ്സിനും സ്ട്രാറ്റജീസും മെത്തേഡുകളൊക്കെ മാറ്റാനായിട്ട് സാധിക്കും.
അടുത്തത്, ദിസ് വിൽ ഹെൽപ്പ് എ ടീച്ചർ ടു പ്രൊവൈഡ് എഡ്യൂക്കേഷണൽ ഗൈഡൻസ് ടു ഇൻഡിവിജ്വൽ ലേണർ. ഓരോ കുട്ടികൾക്കും എഡ്യൂക്കേഷണൽ ഗൈഡൻസ് കൊടുക്കാനായിട്ട്, അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസിനനുസരിച്ചുള്ള ഗൈഡൻസ് കൊടുക്കാനായിട്ട് ടീച്ചറെ സഹായിക്കും. ഇറ്റ് വിൽ ഓൾസോ ഹെൽപ്പ് ദ ടീച്ചർ ടു സെലക്ട് അപ്രോപ്രിയേറ്റ് ടീച്ചിങ് എയ്ഡ്സ് ആൻഡ് ടീച്ചിങ് സ്ട്രാറ്റജീസ് ടു എൻഷുർ ലോങ്ങർ റിട്ടൻഷൻ ഓഫ് ദ മെറ്റീരിയൽ പ്രസൻറ്റഡ് ടു ദ ലേണർ. അതേപോലെ ടീച്ചർമാർ എന്ത് ചെയ്യും, ടീച്ചർമാർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലേണിംഗ് എയ്ഡ്സും സ്ട്രാറ്റജീസും മെത്തേഡുകളൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർമാരെ സഹായിക്കും. ഏറ്റവും കൂടുതൽ സമയം ഇത് ഓർത്തിരിക്കാൻ ആവശ്യമായിട്ടുള്ള ലേണിംഗ് സ്ട്രാറ്റജീസ് എയ്ഡ്സ് ഒക്കെ സെലക്ട് ചെയ്യാനായിട്ട് സഹായിക്കും. Curve of forgetting will help the researcher to study the influence of various independent variables associated with the learner, the learning task, and the learning situation on the retention of learned material. ഇപ്പോൾ ഓരോ കുട്ടികളുടെ അതേപോലെ കുട്ടികളുടെ ആ പഠിക്കുന്ന ലേണിംഗ് ടാസ്ക്, അതേപോലെ ലേണിംഗ് സിറ്റുവേഷനൊക്കെ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം ഈ മെമ്മറീനെയും ഫോർഗെറ്റിങ്ങിനെയൊക്കെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ടീച്ചർക്കും കുട്ടികൾക്കും മനസ്സിലാക്കാനും അതിനനുസരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ അതൊക്കെ ചെയ്യാനും ഈ കർവ് ഓഫ് ഫോർഗെറ്റിംഗ് സഹായിക്കും. ബോത്ത് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് രണ്ടുപേരെയും സഹായിക്കും. അടുത്ത് പറയാനുള്ളത് തിയറീസ് ഓഫ് ഫോർഗെറ്റിംഗ് ആണ്. അതിൽ ആദ്യത്തെ തിയറി പറയുന്നത് ക്യൂ ഡിപ്പെൻഡൻറ്റ് ഫോർഗെറ്റിംഗ് ആണ്. നമ്മൾ എന്ത് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളൊരു എന്തെങ്കിലുമൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ക്ലൂ ഒക്കെ ആയിട്ടായിരുന്നു നമ്മളതിനെ മനസ്സിലാക്കി വെക്കുക. അങ്ങനെ ഒരു ക്ലൂ ഒന്നും ഇല്ലെങ്കിൽ നമുക്കത് തിരിച്ചെടുക്കാനും ബുദ്ധിമുട്ടാവും. ഇപ്പോൾ നമ്മളൊരു ലൈബ്രറിയിൽ പോയിട്ട് ഒരു ബുക്ക് എടുക്കുമ്പോൾ അതിനൊരു നമ്പർ ഉണ്ടാവും. ആ നമ്പർ ലൈബ്രറി നമുക്ക് എങ്ങനെ എടുത്തു തരിക, ഒരു നോവൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോവൽ വെക്കുന്ന ഒരു ഷെൽഫ് ഉണ്ടാവും. ആ ഷെൽഫിൽ ഒരു പ്രത്യേക നമ്പർ ഉണ്ടാവും. അപ്പോൾ ഈ നമ്പറിൻ്റെ അടുത്ത് കൂടെ നമ്മൾ നോക്കി ഇന്ന നമ്പർ എന്ന് മനസ്സിലാക്കിയിട്ടൊക്കെയാണ് അത് എടുക്കുക. ഇതൊന്നുമില്ലാതെ ഒരു കുത്തഴിഞ്ഞ് കിടക്കുന്ന ലൈബ്രറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്ക് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അതുപോലെ നമ്മൾക്കൊരു ക്ലൂ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വേണ്ട സാധനം അതിൽ നിന്ന് തിരിച്ചെടുക്കാം. നമ്മുടെ മെമ്മറിയിൽ നിന്ന് വേണ്ട സാധനം റിട്രീവ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ക്യൂ ഡിപ്പെൻഡൻറ്റ് ഫോർഗെറ്റിംഗ് തിയറി പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് കേട്ടോ, എഫക്റ്റീവ് റിട്രീവൽ ക്യൂസ് മസ്റ്റ് മാച്ച് ദ ഒറിജിനൽ എൻകോഡിംഗ് കോണ്ടെക്സ്റ്റ് സച്ച് ആസ് എംഫസൈസിങ് ഫോണറ്റിക് ക്വാളിറ്റീസ് ഇഫ് ദാറ്റ് വാസ് ദ ഫോക്കസ് ഡ്യൂറിങ് എൻകോഡിങ്. എന്ത് വെച്ചിട്ടാണോ നമ്മൾ എൻകോഡ് ചെയ്യണത്, അതായത് ഉള്ളിലേക്ക് കേട്ടണത് ചിലപ്പോൾ ഫോണറ്റിക് വെച്ചിട്ടാവും, ഫോണറ്റിക് ക്വാളിറ്റീസ് വെച്ചിട്ടാവും, ചിലപ്പോൾ നമ്പർ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാവും. അപ്പോൾ ആ കാര്യം ആ റിട്രീവ് ചെയ്യുമ്പോൾ ആ ക്ലൂ അല്ലെങ്കിൽ ആ ക്യൂ നമ്മുടെ മാച്ച് ചെയ്യണില്ലെങ്കിൽ നമുക്ക് റിട്രീവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറയുന്നത്. അടുത്തത് ട്രേസ് ഡി കെ ആണ്. നമ്മൾ എന്ത് മെമ്മറി ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ബ്രെയിനിൽ അതൊരു ട്രേസ്, എന്തെങ്കിലും ഒരു അടയാളം ബാക്കി വെച്ചിട്ടുണ്ടാവും. ആ സമയം പോകുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ആ അടയാളത്തിനെ ഒന്നും ചെയ്യണില്ലെങ്കിൽ, നമ്മുടെ മെമ്മറിയിൽ അത് ലീവ് ചെയ്യുന്ന ട്രേസിനെ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് റിപ്പീറ്റ് ചെയ്യുക, റിഹേഴ്സൽ ചെയ്യുക, നമ്മൾ മെമ്മറൈസേഷൻ്റെ സ്പെഷ്യലൈസ്ഡ് ടെക്നിക്കുകളൊക്കെ പഠിച്ചു, എങ്ങനെ നമ്മുടെ മെമ്മറി കൂട്ടണം എന്നുള്ള കാര്യമൊക്കെ പഠിച്ചു. അതൊന്നും ചെയ്യണില്ല, നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ടും ഇല്ല. നമുക്കത് കൂടുതൽ കാലം ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി നമ്മളൊരു എഫേർട്ട് കൊടുക്കണില്ലെങ്കിൽ കാലാനുസൃതമായിട്ട് എന്തുണ്ടാവും, ആ കാര്യം, ആ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ മെമ്മറി പതുക്കെ ഡീകേ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ജീർണിച്ച് പോയിക്കൊണ്ടേയിരിക്കും. അതാണ് ട്രേസ് ഡി കെ തിയറി പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട്, ഫോർഗെറ്റിംഗ് മെക്കാനിസം പറയുന്നുണ്ട്, മെമ്മറി ഡീക്കേസ് ഓട്ടോമാറ്റിക്കലി ഓവർ ടൈം വിത്തൗട്ട് റിഹേഴ്സൽ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. നമ്മൾ റിഹേഴ്സൽ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ സമയം പോകുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മെമ്മറി ഡീക്കേ ചെയ്തുകൊണ്ടിരിക്കും. അടുത്തതാണ് ഓർഗാനിക് കോസസ് എന്ന് പറയുന്നത്. ഓർഗാനിക് കോസസ് ഒന്നുമില്ല, ബയോളജിക്കലി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ അൽഷിമേഴ്സ് പോലത്തെ ഒരു ഡിസീസ് വന്നാൽ മറന്നു പോവുക, അംനീഷ്യ, ഡിമെൻഷ്യ പോലത്തേക്കുള്ള ഡിസീസുകൾ വന്നു കഴിഞ്ഞാൽ മറന്നു പോവുക. പിന്നെ പ്രായാധിക്യം കൂടുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ മറന്നു പോലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഓർഗാനിക് കോസസിൽ വരുന്നത്. ലോങ് ടേം മെമ്മറിയിൽ നിന്നുണ്ടാവുന്ന, ലോങ് ടേം മെമ്മറിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന കാര്യങ്ങളൊക്കെ പ്രായം കൂടുന്തോറും സമയം പോകുന്തോറും ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഈ ഓർഗാനിക് കോസസിൽ വരുന്നത്. നമ്മൾ ബയോളജിക്കലായിട്ടുള്ള എന്തെങ്കിലും കാരണം നമ്മുടെ ബ്രെയിനിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഇഞ്ചുറി ഒക്കെ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ മറന്നു പോവുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഓർഗാനിക് കോസസിൽ വരുന്നത്. അടുത്തത് ഇൻ്റർഫറൻസ് തിയറീസ് ആണ്. ഇൻ്റർഫറൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും പഠിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ പഠിക്കുന്ന ഒരു കാര്യം മുന്നേ പഠിച്ച കാര്യത്തിനോ അല്ലെങ്കിൽ മുന്നേ പഠിച്ച കാര്യം ഇപ്പോൾ പഠിക്കുന്ന കാര്യത്തിന് ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ടെങ്കിൽ, മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻ്റർഫറൻസ് തിയറീസ് എന്ന് പറയുക. നമുക്ക് 3 തരത്തിലാണ് ഇൻ്റർഫിയറൻസിനെ പറയാൻ പറ്റുക. റിട്രോ ആക്റ്റീവ് ഉണ്ട്. റിട്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ന്യൂ ഇൻഫർമേഷൻ ഇൻ്റർഫിയേഴ്സ് വിത്ത് ഓൾഡർ ഇൻഫർമേഷൻ. പുതിയ ഇൻഫർമേഷൻ പഴയ ഇൻഫർമേഷനെ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് റിട്രോ ആക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. പ്രോ ആക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ ഓൾഡ് ഇൻഫർമേഷൻ, പഴയ പഠിച്ച കാര്യങ്ങൾ, പഴയതായിട്ട് നമ്മുടെ മെമ്മറിയിൽ ഇരിക്കുന്ന കാര്യങ്ങൾ പുതിയ പഠിക്കുന്ന ഒരു കാര്യത്തിനെ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ്
പ്രോ ആക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. അടുത്തത് ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇനീഷ്യൽ റിക്കോൾ ഓഫ് സ്പെസിഫിക് ഇൻഫർമേഷൻ ഇൻ്റർഫിയേഴ്സ് വിത്ത് റിട്രീവിങ് ഒറിജിനൽ ഇൻഫർമേഷൻ. നമ്മൾ ആദ്യം എന്തെങ്കിലും ഓർത്തെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അതവിടെ നിൽക്കുകയാണ്, അങ്ങനെ ഓർത്തെടുക്കാൻ ശ്രമിച്ചത് ആ കാര്യം അവിടെ നിൽക്കണമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് വേറെ എന്തെങ്കിലും കാര്യം കൂടെ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, റിട്രീവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ ഒരു ക്ലാഷ് വരിക, അതിൻ്റെ ഒരു ഇൻ്റർഫിയറൻസ്, അത് രണ്ടും തമ്മിലൊരു ഇൻ്റർഫിയറൻസ് വരുന്നത് മെമ്മറീനെ റിട്രീവ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ ഫോർഗെറ്റിങ്ങിലേക്ക് നയിക്കാം എന്നുള്ളതാണ് പറയണത്. അതേപോലെ പറയുന്നത് എന്താ, മോർ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് പെട്ടെന്ന് മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതായത് അവരുടെ തലച്ചോറിനുള്ളിൽ കുറേ കാര്യങ്ങൾ കിടക്കുന്നുണ്ടാവല്ലോ, ഭയങ്കര ഇൻ്റലിജൻ്റ് ആകുമ്പോൾ തന്നെ പല കാര്യങ്ങളും അവരുടെ തലയുടെ ഉള്ളിൽ കൂടെ പോകും. അപ്പോൾ അവർ എന്ത് ചെയ്യും, പെട്ടെന്ന് പല കാര്യങ്ങളും പെട്ടെന്ന് ഇപ്പോൾ ലെസ് ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ വിചാരിക്കുന്ന പല കാര്യങ്ങളും പെട്ടെന്ന് മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ സിനിമകളിൽ അങ്ങനെയൊക്കെ കാണല്ലോ, വളരെ ബിസി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കുട്ടികളുടെ എന്തെങ്കിലും മീറ്റിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ മറന്നു പോകാന്ന് പറഞ്ഞാൽ, അപ്പോൾ അവർ അത്രയും ബിസി ആയിട്ട് അവർ വേറെ കാര്യങ്ങളിൽ അത്രയും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ അവർ തീരെ ഇൻട്രാക്റ്റീവ് അല്ലാണ്ട് അവർ തീരെ റെസ്പോണ്ട് ചെയ്യാത്ത ഒരു സ്പേസിലത്തെ കാര്യങ്ങളൊക്കെ അവർ പെട്ടെന്ന് മറന്നു പോകുന്ന സാഹചര്യങ്ങൾ, അതൊക്കെയാണ് ഈ ഇൻ്റർഫറൻസ് തിയറീസിൽ വരുന്നത്. അടുത്തതാണ് ഡി കെ തിയറി. ഇത് ട്രേസ് ഡി കെ പോലെ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സമയത്തിനപ്പുറം നമ്മളൊന്നും മെമ്മറി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ, റിപ്പീറ്റേഷനോ റിഹേഴ്സലോ അങ്ങനെ എന്തെങ്കിലും ഒരു മെമ്മറൈസേഷൻ ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കാര്യം പതിയെ പതിയെ നമ്മൾ സമയം പോകുന്നതിനനുസരിച്ചിട്ട് അത് ഡി കെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അതിങ്ങനെ പതിയെ പതിയെ മാഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് ഡി കെ തിയറി പറയണത്. The longer the interval between the event and recall, the more the memory fades. നമ്മൾ ആ ഇവൻറ്റ് സംഭവിക്കുന്നതും അതിനെ വീണ്ടും റീകോൾ ചെയ്യാൻ നോക്കുന്നതും തമ്മിലുള്ള ഇൻ്റർവെൽ, അതായത് ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു, ഇപ്പം തന്നെ നിങ്ങൾ ഈ മെമ്മറി ആൻഡ് ഫോർഗെറ്റിംഗ് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ ആദ്യം എടുക്കുമ്പോൾ പഠിച്ചു, പിന്നെ നിങ്ങളത് വായിക്കുന്നേ ഇല്ല, എക്സാമിൻ്റെ തലേ ദിവസമാണ് നോക്കണം. അപ്പോൾ നിങ്ങളുടെ ആ ഇവൻറ്റ് സംഭവിച്ചതും പിന്നെ റീകോൾ ചെയ്യാൻ തമ്മിലുള്ള ഇൻ്റർവെലിൻ്റെ സമയം എന്ന് പറയുന്നത് വളരെ ലോങ്ങർ ആയിട്ടുള്ളൊരു പീരീഡാണ് അല്ലേ. അപ്പം നിങ്ങൾക്ക് അത് എന്താ, പണ്ട് പഠിച്ചതാണെങ്കിൽ പോലും അതിൻ്റെ ഇടയിൽ നിങ്ങളൊന്ന് റിഫ്രഷ് ചെയ്തെടുക്കാത്ത കാരണം നിങ്ങൾക്കത് ഓർത്തെടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, മറന്നു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളത് പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ റിഹേഴ്സ് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ മെമ്മറി പെട്ടെന്ന് ഫെയ്ഡായി പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെന്നാണ് ഡി കെ തിയറി പറയുന്നത്. ഇത്രയാണ് ഈ 40th യൂണിറ്റിൽ പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്